ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് സൈറ്റ് മാപ്പിനെ കുറിച്ചാണ്. എന്താണ് സൈറ്റ് മാപ്പ്, എന്താണ് സൈറ്റ് മാപ്പിൻ്റെ ബെനിഫിറ്റ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ക്രോളിംഗ് എന്താണ്, ഇൻഡെക്സിങ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിലുള്ള കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണ്, അതിലെ പിക്ചേഴ്സ്, ലിങ്കുകൾ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മെനു വൈസ് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് ഓരോ പേജിലേക്കൊക്കെ പോകും. ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഹോം പേജ്, കാറ്റഗറി പേജ്, പ്രൊഡക്റ്റ് പേജ്, അങ്ങനെ ഓരോ പേജിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് അറിയാം. അതേപോലെ നമ്മുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ കോണ്ടൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഒരു സെർച്ച് എഞ്ചിൻ അറിയുന്നത് എങ്ങനെയാണ്, ആ സെർച്ച് എഞ്ചിൻ്റെ പ്രോഗ്രാംസിലേക്ക് ആക്സസ് വേണം, എന്തൊക്കെ പേജ് ഉണ്ടെന്ന് മനസ്സിലാവണം, അതിൽ എന്തൊക്കെ കോണ്ടൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവണം. സോ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഗൂഗിളിൻ്റെ ബോട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഗൂഗിളിൻ്റെ ബോട്ടിൽ നിന്നാണ് ഗൂഗിളിൻ്റെ ഒരു പ്രോഗ്രാമിനെ വിളിക്കാം. ഈ ഒരു വെബ്സൈറ്റുകളിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നുള്ള കോണ്ടൻറ്റ്സുകൾ ഗ്രാബ് ചെയ്ത് അത് ഗൂഗിളിൻ്റെ ഇൻഡെക്സിലേക്ക് അവരുടെ ഒരു സെർവറിലേക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ ബോട്ട്സിനെ പറയുന്നവരാണ്, ബോട്ട്സ് എന്നാണ് പറയാം. അപ്പോൾ ആ ബോട്ട് എൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലുള്ള കോണ്ടൻറ്റ്സ് അനലൈസ് ചെയ്യും, എന്നിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ഇൻഡെക്സിൽ അത് ഇൻഡെക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റാങ്കിങ് അൽഗോരിതം വഴി യൂസർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്നു. ക്രോളിംഗ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വെബ്സൈറ്റിൽ എത്ര പേജസ് ഉണ്ട്, മേ ബി തൗസൻഡ്സ് ഓഫ് പേജസ് ഉള്ള വെബ്സൈറ്റ് ആയിരിക്കും, 10,000 ഓഫ് പേജസ് ഉണ്ടായിരിക്കാം. സോ അത്രയധികം പേജസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ലിങ്ക് ചെയ്ത് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഗൂഗിളിന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോളറിന് ചെല്ലുമ്പോൾ അതിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് നമ്മുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കാര്യത്തിനെ പറയുന്ന പേരാണ് ഈ സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. സൈറ്റ് മാപ്പ് ഇല്ലാതെ തന്നെ ഗൂഗിളിൻ്റെ ബോട്ട്സിന് ഒരു സൈറ്റിൻ്റെ ഉള്ള കോണ്ടൻറ്റ്സ് ഗ്രാബ് ചെയ്യാൻ പറ്റും, അവർക്ക് അവിടെ ഇൻഡെക്സിങ്ങിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സൈറ്റ് മാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഓരോ പേജിലേക്ക് പോകും, അവിടെ നിന്ന് അടുത്ത ലിങ്കിലേക്ക് പോകും, അവിടെ ഒരു ലിങ്ക് ആണെങ്കിൽ അതിലേക്ക് പോകും, അല്ലെങ്കിൽ പിന്നെ വീണ്ടും വന്ന് അടുത്തൊരു ലിങ്ക് കാണും, അങ്ങനെ അതിനറിയില്ല. അപ്പോൾ അതിനൊരു ആൾ നോക്കുന്ന പോലെ ഓരോ പേജിൽ ചെന്ന് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ആ ഒരു പ്രോഗ്രാം അങ്ങനെയാണ് ഡിക്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മേ ബി കുറേ ലിങ്കുകൾ മിസ്സായി പോകാനും കുറേ പേജസ് മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൽ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ സ്ട്രക്ചർഡ് ആയിരിക്കില്ല. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ സെർച്ച് എഞ്ചിന് ഇപ്പോഴുള്ള ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് പണ്ടത്തേട്ടും വളരെ ബെറ്ററാണ്. സ്മോൾ വെബ്സൈറ്റിന് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. സ്റ്റിൽ ലാർജ് വെബ്സൈറ്റിന് ഒരുപാട് പേജസ് ഒക്കെ വരുന്ന വെബ്സൈറ്റിനും സൈറ്റ് മാപ്പ് സ്റ്റിൽ നല്ലൊരു ഓപ്ഷനാണ്. സോ ഈ ഒരു സെക്ഷനിൽ സൈറ്റ് മാപ്പ് ഇല്ലാതെ ഒരു സെർച്ച് ബോട്ടിന് ഈ കോണ്ടൻറ്റ്സ് ഗ്രാബ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡെക്സിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് ആ ഒരു ഇൻഡെക്സ് അതിലേക്ക് എടുത്താൽ മതി. അപ്പോൾ അത്രയും ഈസി ആക്കുന്നു ആ ഒരു പ്രോസസ്സ്. ഇനി ഈ ഒരു സ്ലൈഡിൽ ഇതൊരു സൈറ്റ് മാപ്പിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതൊരു റിയൽ സൈറ്റ് മാപ്പ് അല്ല. റിയൽ സൈറ്റ് മാപ്പ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഇതിനുള്ളൊരു ഹോം പേജിൽ, ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ അതിൽ മെനൂസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഹോം പേജ്, സർവീസ്, ബ്ലോഗ്, അപ്രോച്ച്, കോൺടാക്റ്റേഴ്സ്. ഇപ്പോൾ ഇ-കൊമേഴ്സ് ആണെങ്കിൽ ഒരു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു പേജ്, അതിനുള്ളിൽ കാറ്റഗറീസ്, അതിനുള്ള ബ്രാൻഡ്സ്, അതിനുള്ള ഓരോ ഈച്ച് പ്രൊഡക്റ്റുകൾ, അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സൈറ്റിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ അതിൽ ഹോം പേജിലേക്ക് വന്നു, ഇന്ന പേജിലേക്ക് വന്നു. ഇപ്പോൾ അതിനുള്ള സർവീസസ് എന്ന് പറഞ്ഞ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവീസസിൻ്റെ ഉള്ളിൽ സർവീസ് 1, 2, 3 3 സർവീസ് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു പേജിൽ. ആ 3 സർവീസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ഇന്ന സർവീസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സർവീസ് പേജിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ ബ്ലോഗിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബ്ലോഗിൻ്റെ പേജിലേക്ക് വന്നു. നമുക്കറിയാം ബ്ലോഗിൻ്റെ പേജിൽ ന്യൂസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രിഡായിട്ടായിരിക്കും ഓരോ ടൈറ്റിലും പിക്ചറായിട്ട് ഉണ്ടാവാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓരോ ബ്ലോഗുകളായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലോഗിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലോഗിലേക്ക് ചെല്ലും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. ഇതൊരു സാമ്പിൾ സ്ട്രക്ചറാണ്. ഇനി നമുക്ക് റിയൽ ആയിട്ടുള്ളൊരു സൈറ്റ് മാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ചെല്ലാം. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. yoast.com സൈറ്റ് മാപ്പാണ് കാണുന്നത്. yoast.com sitemap_index.xml എന്നുള്ളതാണ് URL ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഒരു വെബ്സൈറ്റാണ് example.com ആണെങ്കിൽ example.com/sitemap.xml ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കസ്റ്റം URL കൊടുക്കാം. അതിപ്പോൾ എന്ത് URL ആണെങ്കിലും ഗൂഗിളിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആ ഒരു സൈറ്റ് മാപ്പിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ സൈറ്റ് മാപ്പിൻ്റെ ഇൻഡെക്സസ് ഉണ്ടായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു സൈറ്റ് മാപ്പ്. അപ്പോൾ വലിയ സൈറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ സൈറ്റ് മാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു WordPress വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. yoast.com എന്ന് എടുക്കാൻ കാരണം yoast എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു WordPress പ്ലഗിനാണ്. WordPressൻ്റെ SEO പ്ലഗിനാണ്. ഒരുപാട് SEOൻ്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു പ്ലഗിനാണ്. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും സൈറ്റ് മാപ്പിൻ്റെ പോസ്റ്റ്, അതുപോലെ തന്നെ പേജ്, അങ്ങനെയുള്ള ഓരോ പോഡ്കാസ്റ്റ്, വെബിനാർസ്, അങ്ങനെയുള്ള ഓരോ കാറ്റഗറീസിനായിട്ട് ഒരു സൈറ്റ് മാപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാം സെർച്ച് SEO, yoast SEO, കോപ്പി റൈറ്റിംഗ്, ഇങ്ങനെ ഓരോ ബ്ലോഗ്സ് റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ബ്ലോഗുകളാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ടാബിൽ കാണാൻ പറ്റും. ഇതൊരു ബ്ലോഗാണ്. ഓക്കെ, ഈ ഒരു ലിങ്ക് ഇന്ന yoast എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവർ ഇൻഡെക്സ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ബ്ലോഗുകളുള്ളത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ ഒരുപാട് ലിങ്ക്സുകളിൽ കാണാൻ പറ്റും.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം, ഈ ലിങ്കിൻ്റെ കൂടെ തന്നെ അതിൽ എത്ര ഇമേജസ് ഉണ്ടെന്നുള്ള ഇവിടെ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എന്നാണ് ലാസ്റ്റ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു കോണ്ടൻറ്റ് മോഡിഫൈ ആണെങ്കിലും അതും സെർച്ച് എഞ്ചിന് അറിയേണ്ടതാണ്. ഇന്ന കോണ്ടൻറ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കോണ്ടൻറ്റ് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വീണ്ടും സെർച്ച് എഞ്ചിനിലേക്ക് റീഫെച്ച് ചെയ്യണം. നമ്മളൊരു വെബ്സൈറ്റിൽ ആ ഒരു പേജ് WordPress ട്യൂട്ടോറിയലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പേജ് എന്തൊരു ടൈറ്റിലോ ഇമേജോ എന്തെങ്കിലും ചെറിയ മൈനർ എഡിറ്റ്സ് വന്നിട്ട് നമ്മളത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്പ്രസ്സിനുള്ളിലായതുകൊണ്ട് ഓട്ടോമാറ്റഡായിട്ട് അതിൻ്റെ ലാസ്റ്റ് മോഡിഫിക്കേഷൻ ഈ ഒരു പ്ലഗിൻ വഴി ഇവിടെ റിഫ്ലക്ട് ചെയ്യും. സോ ഒരു സെർച്ച് എഞ്ചിൻ ബോട്ടിന്, ഗൂഗിളിൻ്റെ ബോട്ടിനൊക്കെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഗൂഗിളിൻ്റെ ബോട്ട് അതിൻ്റെ കോണ്ടൻറ്റ് ഇൻഡെക്സിങ്ങിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് സെർച്ച് എഞ്ചിനിലും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആക്ച്വലി ഇനിയും പേജസിന് ഇവിടെ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും, പ്രിയോറിറ്റി കൂടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏത് പേജസിനാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ 0.5 മുതൽ 1 വരെ റാങ്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സൈറ്റ് മാപ്പിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ yoast.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഒരു എല്ലാ പേജസും നമുക്ക് ഈ ഒരു മാപ്പ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന് XML സൈറ്റ് മാപ്പ് എന്ന് പറയും. ഇതൊരു XML ഫോർമാറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആക്ച്വലി ഇതെങ്ങനെ റേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ sitemap.org വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും സ്റ്റാൻഡേർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിലൊരുപാട് ഇൻഫർമേഷൻ പറയുന്നുണ്ട്, നിങ്ങൾ സൈറ്റ് റെഫർ ചെയ്ത് അറിയാൻ പറ്റും. ഇതിനുള്ളിൽ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഒരൊറ്റ സിംഗിൾ URLൻ്റെ ഒരു ഓപ്ഷനാണ്. LOC എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അതിൻ്റെ URL വന്നിരിക്കുന്നത്. ലാസ്റ്റ് മോഡിഫൈഡ്, ചേഞ്ച് ഫ്രീക്വൻസി, ഇത് എപ്പോഴൊക്കെയാണ് അത് അപ്ഡേറ്റ് ആവേണ്ടത്, മന്ത്ലി ആണ് ഈ ഒരു പേജ് അപ്ഡേറ്റ് ആവാൻ സാധ്യത. അപ്പോൾ അത് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്നു. പിന്നെ പ്രിയോറിറ്റി 0.8 ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ വരുന്നത്. നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ എന്തൊക്കെയാണ് ഡെഫിനിഷൻ എന്നുള്ളതും ഇവിടെ കൊടുക്കുന്നുണ്ട്. ചേഞ്ച് ഫ്രീക്വൻസി ഓൾവേസ് ഉണ്ട്, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റ് ആണെങ്കിൽ. ഇപ്പോൾ ഹോം പേജ് ആണെങ്കിൽ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കാം. ഒരു ബ്ലോഗ് ആണെങ്കിൽ റൈറ്റ് ചെയ്താൽ പിന്നെ അത് അപ്ഡേറ്റ് ആയിരുന്നില്ല, മേ ബി അത് മന്ത്ലി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഓൾവേസ് ഹവർലി, ഡെയിലി ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ലാസ്റ്റ് മോഡിഫൈഡ് നമ്മൾ പറയുന്നുണ്ട്, ഒരു ഫോർമാറ്റിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സൈറ്റ് മാപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, സൈറ്റ് മാപ്പിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ WordPress വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് യോസ്റ്റിൻ്റെ ടൂൾ ഉപയോഗിച്ച് ഒരു സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യാൻ അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മുടെ വെബ്സൈറ്റ് ചിലപ്പോൾ ആയിരക്കണക്കിന് പേജസ് ഉണ്ടായിരിക്കും. അതിൽ കുറേ പേജസൊക്കെ നമുക്ക് വേണ്ടായിരിക്കും. ഇതൊന്നും ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യേണ്ട. ഓക്കെ, അതൊക്കെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പേജസാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ നേരിട്ട് ഇൻഡെക്സ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പേജസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് robots.txt എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വെബ്സൈറ്റിൻ്റെ റൂട്ടിലുണ്ടായിരിക്കും. ഇതിനുള്ളിൽ അവർ ഒന്നും കൊടുത്തിട്ടില്ല, സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് robots.txt. ഇവിടെ നമുക്ക് കമാൻഡ്സ് വഴി നമുക്ക് ഇന്ന റൂട്ടിലേക്ക്, ഇപ്പോൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ്, ഇന്ന പ്രൊഡക്ട്സുകൾ ഗൂഗിളിൽ ഇൻഡെക്സിങ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ന സെർച്ച് എഞ്ചിൻ ഇൻഡെക്സ് ചെയ്യേണ്ട നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് റോബോട്ട് ടെക്സ്റ്റിനെ കുറിച്ച് അടുത്ത വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സിങ്ങിനെ കുറിച്ച് മനസ്സിലായി, സൈറ്റ് മാപ്പിനെ കുറിച്ച് മനസ്സിലായി. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടതൊരു XML സൈറ്റ് മാപ്പാണ്. ഇതേപോലെ തന്നെ ഒരു മെത്തേഡാണ് നോർമൽ HTML സൈറ്റ് മാപ്പ്. ഇപ്പോൾ ഈ കാണുന്നത് ഡിസ്നിയുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഇതൊരു സൈറ്റ് മാപ്പ് തന്നെയാണ്. ഓക്കെ, sitemap.html എന്ന് പറഞ്ഞൊരു പേജാണ്. ഇതിൽ യൂസറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു കാറ്റഗറീസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്ത് പോകാം. ഇതൊരു സൈറ്റ് മാപ്പ് പോലെ തന്നെ. ഗൂഗിളിനാണെങ്കിലും ഏത് സെർച്ച് എഞ്ചിനാണെങ്കിലും ഈ ഒരു പേജിൽ നിന്ന് അവർക്ക് ഈസി ആയിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും. എന്നാലും XML സൈറ്റ് മാപ്പാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട്. കാരണം ഇതിൽ കുറച്ചധികം ഇൻഫോർമേഷൻ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു WordPress വെബ്സൈറ്റ് ചെയ്യണമെന്നുള്ളതും അതിലെങ്ങനെയാണ് ഒരു യോസ്റ്റിൻ്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നോക്കി റെഫർ ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളാണ് സൈറ്റ് മാപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടുള്ളൂ. ഗൂഗിൾ ബോട്ടിന് എന്തൊക്കെ വെബ്സൈറ്റുകൾ URL ഉണ്ട്, ഏതൊക്കെ ഗൂഗിളിലേക്ക് ഇൻഡെക്സ് ചെയ്യണം, അത് എത്രയൊക്കെ ഫ്രീക്വൻസിയിലാണ് അപ്ഡേറ്റ് നടക്കുന്നത് എന്നിന്ന കാര്യങ്ങളും അതിൻ്റെ പ്രിയോറിറ്റികൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് SEOൻ്റെ റോബോട്ട് ടെക്സ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുക അടുത്ത പേജുകൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.